ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് ഏകദേശം 2 മണിയായിട്ടുണ്ട്. വീട് മുഴുവൻ നിരന്ന് കിടക്കുകയാണ്. 2 ദിവസം യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ക്ഷീണവും വയ്യായികയും കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലത്തെ ജോലി കഴിഞ്ഞ് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ കിടന്നു. എത്ര വയ്യാതിരുന്നാലും വീട് വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് മൂഡ് ഓഫ് ആകും. അപ്പോൾ വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക്. ആദ്യം തുണിയെല്ലാം ഒന്ന് വാഷ് ചെയ്യണം. കുറച്ച് തുണി വാഷിംഗ് മെഷീനിലിട്ടു, ബാക്കി കുറച്ച് കൈകൊണ്ട് കഴുകണം. 2 ബക്കറ്റ് നിറയെ തുണി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലിട്ടത്. അതിൻ്റെ ബാക്കി ഷർട്ട്, വൈറ്റ് കളർ ഡ്രസ്സ്, മക്കളുടെ നല്ല ഡ്രസ്സുകൾ ഒക്കെ കൈകൊണ്ട് കഴുകി വിരിക്കാനും ഉണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നതാവും പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം അനുസരിച്ച് ചെയ്യാനല്ലേ പറ്റൂ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ താമസിക്കുകയോ ജോലി ചെയ്യാൻ താമസിക്കുകയോ ചെയ്താൽ അന്നത്തെ ദിവസം ആരെങ്കിലും വീട്ടിൽ വരികയും ചെയ്യും. തുണികളൊക്കെ ഞാൻ വേഗം കഴുകി വിരിക്കാൻ നോക്കുവാണ്. അവിടെ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന ഒന്നും നമ്മുടെ സാധനങ്ങളല്ല, അതിവിടുത്തെ ഓണറുടേതാണ്. ഇപ്പോൾ ഏകദേശം തുണിയൊക്കെ കഴുകി കഴിഞ്ഞു. 2 ബക്കറ്റ് തുണിയോളം ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ടേബിൾ ക്ലീൻ ചെയ്യണം. മുഴുവൻ ബുക്കുകളും പേപ്പറുകളും എല്ലാം നിരന്ന് കിടക്കുകയാണ്. മക്കൾ കളിച്ചതും വരച്ചതും എല്ലാം ഉണ്ട്. അവരിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചണിലാണെങ്കിലും രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പാത്രം ഒന്ന് കഴുകി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ടർ ടോപ്പൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഗ്യാസിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. സത്യത്തിൽ ഈ ക്ലീനിങ്ങും തുണി കഴുകലും തുടങ്ങിയുള്ള ജോലിയെല്ലാം എല്ലാ ദിവസവും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എങ്കിലും ഇതൊരു ദിവസം ചെയ്തില്ലെങ്കിൽ വീട് മുഴുവൻ വൃത്തികേടായി കിടക്കുകയും ചെയ്യും. ഇതൊന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തില്ലേ എന്നൊരു തോന്നലും വരും. ഇതുപോലെ ചെയ്യുമ്പോഴോ ഇത് മാത്രമേ ഉള്ളൂ എന്നും ചെയ്യാൻ എന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കും തോന്നുക. പിന്നെ ഞാനിതിപ്പോൾ പറയാൻ കാരണം ഇത് ഞാനങ്ങനെ പ്രത്യേകതയായിട്ടൊന്നും ചെയ്തതല്ല. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയായിരുന്നു എന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാവരും എല്ലാ ദിവസവും ഇങ്ങനെയാണ് എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയി. സമയം 4 മണി കഴിഞ്ഞു. മക്കളെയൊക്കെ കുളിപ്പിച്ചു. ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മോൾക്ക് അപ്പോഴാണ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ട് കയ്യിലും കാലിലും ഒക്കെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. മോൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ.
അത് ഇടുന്നതിനിടയ്ക്ക് അവൾ കുറേ പ്ലാനും പദ്ധതിയൊക്കെ പറയുന്നുണ്ട്. കയ്യിൽ വെച്ച് നോക്കുന്നു, എൻ്റെ പോലെ ആണോ എന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചായയും പാലൊക്കെ കൊടുക്കേണ്ട സമയമായി. കഴിക്കാനായിട്ട് ഞാനിന്ന് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. പാക്കറ്റിൽ മേടിച്ച എന്തോ ഒരു മിക്സഡ് സ്നാക്സാണ് അവർക്ക് കൊടുക്കുന്നത്. മൂത്ത മോനിവിടെ ഇല്ല, അവൻ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ സാമ്പാർ ചൂടാക്കി വെക്കുന്നുണ്ട്. അതിനിടയിൽ എനിക്കുള്ള ചായയും കൂടെ എടുത്തു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. പിന്നെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു. മക്കളുമായിട്ട് കുറേ നേരം കളിച്ചു. അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം 7 മണി 7:30 ആയിപ്പോൾ അവർക്ക് ചോറ് വാരി കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. 2 പേർക്കും വാരി കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഇതുവരെ എത്തിയിരുന്നില്ല, കുറച്ച് താമസിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് വന്നത്, 8:30 ആയി. പക്ഷെ വന്നപ്പോൾ ഒരു പണി കിട്ടി. ഞാൻ വിചാരിച്ചത് കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്നാണ്. ഇന്നൊരു റിട്ടയർമെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് വൈകുന്നേരം കൂടെ കഴിച്ചിട്ട് വരും എന്ന് കരുതി, പാർട്ടി ഉള്ളതുകൊണ്ട്. പക്ഷേ ഉച്ചയ്ക്കായിരുന്നു അത്. വൈകിട്ട് കഴിക്കാതെയാണ് വന്നത്. വന്നപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പുട്ടുണ്ടാക്കേണ്ടി വന്നു. സാമ്പാർ ചൂടാക്കിയതിരുന്നത് കൊണ്ട് പുട്ടും കൂടെ ഉണ്ടാക്കി. പുട്ടും സാമ്പാറും പിന്നെ പഴവും ഉണ്ടായിരുന്നു. മോൻ ഓടി വന്ന് എൻ്റെ ചെവിയിൽ എന്തോ കാര്യം പറയുന്നുണ്ട്. അവന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നതുകൊണ്ട് മരുന്ന് കൊടുത്തു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഓടിപ്പോയി. ഇനി ഈ പാത്രങ്ങളും കൂടെ കഴുകി വെക്കണം. എപ്പോഴും എന്തെടുത്താലും അപ്പോഴപ്പോഴും പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അടുക്കളയിൽ. അത് കഴുകുക, വീണ്ടും അടുത്ത് എന്തെങ്കിലും എടുക്കും, വീണ്ടും ആ പാത്രം കഴുകുക, ഇത് തന്നെ. എന്നാൽ കഴുകാതെ 1-2 പാത്രം ഇരുന്നാലോ പിന്നെ അവിടെ പാത്രങ്ങൾ കുഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും.
ഈ സമയം മക്കൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ വികൃതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പുട്ടുണ്ടാക്കിയ പാത്രവും അതിനെടുത്ത സാധനങ്ങളൊക്കെ മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ മിക്കവാറും നേരത്തെ തന്നെ ആഹാരം കഴിക്കും. ഒരു 8 മണിക്ക് മുന്നേ തന്നെ കഴിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചടങ്ങ് വന്നാലേ ഉള്ളൂ കുറച്ച് താമസിക്കുന്നത്. അമ്മ നേരത്തെ തന്നെ കഴിച്ചിരുന്നു. ഞാനും മക്കൾക്ക് കൊടുത്ത പുറകെ തന്നെ ആഹാരം കഴിച്ചതാണ്. പിന്നെ ഇനിയിപ്പോൾ ഹസ്ബൻഡ് കഴിച്ചു കഴിഞ്ഞ് അവിടെ എല്ലാം കൂടെ ഒന്നും കൂടെ ചെറുതായിട്ട് ക്ലീൻ ചെയ്താൽ മതി. മോള് വന്ന് അവിടെ ആ പുട്ടിൻ്റെ മാവിരുന്നതെടുത്ത് മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ആ കൗണ്ടർ ടോപ്പ് അങ്ങനെ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലവും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ അവിടെ വീണ്ടും എന്തെങ്കിലും പൊടിയാക്കും. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ബാക്കി പണികളെല്ലാം ഒതുക്കി. ഇനി തറയും കൂടെ ഒന്ന് തൂത്തിടണം. അവിടെ മക്കൾ കഴിച്ചപ്പം വീണതും അവർ കളിച്ച് പേപ്പറുകളും ഒക്കെ കിടപ്പുണ്ട് കുറച്ച് തറയിൽ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് തൂത്തിട്ടു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗ്. വയ്യാതിരുന്ന ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.